ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെൻറ്റാർ മെക്ടെക്. നമ്മുടെ വണ്ടി ഞാൻ ശരത്ത്, തൃശ്ശൂർ. ഗഡ്ഡിയോളെ കുറേ കാലമായില്ലേ നമ്മൾ വീഡിയോ ചെയ്തിട്ട്. നമ്മുടെ വണ്ടി മീറ്റപ്പിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ചെയ്യാൻ വൈകിയതാണ് കേട്ടോ, വേറെ ഉപേക്ഷിച്ചിട്ടൊന്നും നടന്നില്ല. അപ്പോൾ വണ്ടിയുടെ അവസ്ഥയാണ്. എൻജിൻ കയറ്റിയിട്ടുണ്ടായിരുന്നു, എൻജിൻ സ്പ്ലിറ്റ് ആക്കിയത് എന്നിട്ട് ഗിയർ ബോക്സൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. പെയിൻ്റ് അടിച്ചതിന് ശേഷം എൻജിൻ്റെ കയറ്റി ഈ ഒരുമാതിരി സാധനങ്ങളൊക്കെ നമുക്ക് റേഡിയേറ്ററൊക്കെ ക്ലീൻ ചെയ്ത് എൻജിൻ്റെ കയറ്റിയിട്ടാണ്. ഇനി റേഡിയേറ്ററിൻ്റെ ബോക്സ്, മറ്റേ റിസർവോയർ ടാങ്ക്, ഇതൊക്കെ പുതിയത് മേടിച്ചിട്ടുണ്ട്. കുറേ സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ പുതിയത് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളത് പവർ ബ്രേക്ക് ആക്കിയിട്ടുണ്ട് വണ്ടി ഓൾറെഡി. പിന്നെ ഇനി ഒരു പക്ഷേ എ സി കയറ്റേണ്ടി വന്ന എന്ന് വിചാരിച്ചിട്ട് എ സിയുടെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ തപ്പി പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ നിലവിൽ വണ്ടി കിടക്കുന്നത് പരമാവധി ബോൾട്ടുകൾ, നെട്ട് ബോൾട്ടുകളൊക്കെ പുത്തൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, റേഡിയേറ്ററൊക്കെ ക്ലീൻ ചെയ്യല്ല, റേഡിയേറ്റർ നമ്മൾ മാറ്റി. റേഡിയേറ്റർ നമ്മളെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ സുബ്രൻ്റെ അവിടെ നിന്ന് നല്ല റേഡിയേറ്റർ എടുത്ത് മാറ്റി. ഇപ്പോൾ ദാസേട്ടൻ്റെ അവിടെ വണ്ടി കൊണ്ടുവന്നിട്ടൊക്കെയാണ്. ഇതാണ് അവസ്ഥ. ദാസേട്ടൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് ദാസേട്ടൻ ഫ്രണ്ട് ഗ്ലാസും ബാക്ക് ഗ്ലാസും പിടിപ്പിച്ചു. വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് അവിടുന്ന് കൊണ്ടുവന്നത്. ഇൻറ്റീരിയറൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ദാസേട്ടന് ഫിറ്റിങ്ങിനുള്ള കംപ്ലീറ്റ് സാധനങ്ങളും ഇതിൽ ഓൾമോസ്റ്റ് കൊടുന്നിട്ടിട്ടുണ്ട്. ഇനി ദാസേട്ടന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാസേട്ടൻ ഇനി ഫിറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഓരോ സാധനങ്ങൾ കുറവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഗ്ലാസ് സാധനങ്ങളൊക്കെ, നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് സാധനങ്ങളൊക്കെ ഇതവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. കണ്ടോ, ക്വാർട്ടർ ഗ്ലാസ് സാധനങ്ങളൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ക്വാർട്ടർ ഗ്ലാസ്സിന് ഓൾറെഡി നമ്മൾ പുതിയ ബീഡിങ് ആണ് ഇടാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. പുതിയ ബീഡിങ് ദാസമായിട്ട് ഇട്ടോ എന്ന് നോക്കട്ടെ. പുതിയ ബീഡിങ് അല്ല കേടി ഇട്ടിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ സാധനം എന്താ മാറ്റിയിട്ടിരിക്കുന്നു. പുതിയ ബീഡിങ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂപ്പരുടെ അടുത്ത് പറയാം, അല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ആ വണ്ടിയുടെ അടുത്ത് നമ്മൾ ഇരിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചിങ്ങനെ, ഇങ്ങനത്തെ വണ്ടികൾ എടുത്തു കഴിഞ്ഞ് വെച്ചിങ്ങനെ റീസ്റ്റോറേഷൻ്റെ സ്ഥലത്ത് തന്നെ കൊണ്ടിടുക, അതൊന്നും നന്നാവുക. ഇപ്പോൾ നമ്മൾ പരമാവധി കോസ്റ്റ് കുറയ്ക്കണം വെച്ചിങ്ങനെ നമ്മൾ നമ്മുടെ സമയം കണ്ടെത്തിയിട്ട് വണ്ടിയുടെ അടുത്ത് ഇരിക്കേണ്ടി തന്നെ വരും. ഇതിപ്പോൾ നമ്മുടെ മീറ്റപ്പും വീട്ടിലത്തെ അമ്മയുടെ ആശുപത്രി കേസുകളൊക്കെ കാരണം ഈ വണ്ടി തിരിഞ്ഞു നോക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് ഈ വണ്ടി ഇപ്പോഴും ഈ കോലത്തിൽ കിടക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ വീഡിയോ ഈ വണ്ടി എടുത്ത ദിവസം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ വണ്ടിയുടെ ഓരോ അവസ്ഥകൾ. അപ്പോൾ കുറേ കാലമായി വീഡിയോ ചെയ്തിട്ട് ഇനി ദാസേട്ടൻ ഫിറ്റ് ചെയ്യുമാറ് നമുക്ക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാണ്ടിരിക്കുന്നുണ്ടാവും. ഇനി സാധനങ്ങൾ മേടിക്കേണ്ടി വരും. കാരണം ദാസേട്ടത് ഫിറ്റ് ചെയ്യണതനുസരിച്ച് സാധനങ്ങൾ കുറവുണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് അടുത്ത മാസം ടെസ്റ്റ് എടുക്കാനുള്ള വണ്ടിയാണിത്. അടുത്ത മാസം ആദ്യ ഘട്ടത്തിൽ ടെസ്റ്റ് എടുക്കാനുള്ള വണ്ടിയാണ് ഈ കിടക്കണത്. ഇനിയിപ്പോൾ എന്താ ഏതാവുന്നു ദാസേട്ടൻ്റെ കയ്യിലിരിക്കുന്നു. ദാസേട്ടൻ കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് ഫിറ്റിങ്സ്, ബാക്കി നമ്മുടെ ഫിറ്റിങ്സ്, ഡാഷ്ബോർഡ് സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട്. സുനിയേട്ടൻ ഇത് കണക്കുവാക്കിയിട്ടാണെന്നുകൊണ്ട് സുനിയേട്ടൻ ഡാഷ്ബോർഡും കാര്യങ്ങളൊന്നും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രസൻറ്റ് സ്റ്റാറ്റസ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ സ്റ്റാറ്റസ് ഇതാണ്. നിങ്ങളെ കുറേ കാലമായി ഓരോരുത്തർ വിളിച്ച് ചോദിക്കണം എന്താണ് ഇതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന്. അതറിയിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്.